പുറത്തു പോയാലോ? കമാൺ ഗൈസ്. ഈ ചൂസിന് ഇടേണ്ട ഡ്രസ്സ് അവൻ തന്നെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തേച്ച് മിനിക്കതിന് ശേഷം അവനെ എടുത്തിടിപ്പിച്ച് അവൻ ഹാപ്പി. അതിന് ശേഷം ഞാൻ എനിക്ക് ഇടേണ്ട ഡ്രസ്സ് സെലക്ട് ചെയ്ത് തേച്ച് 5 മിനിറ്റ്സ് കൊണ്ട് ഷടപടേ റെഡിയായി. അശ്വൻ കേൾക്കണ്ട. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഡിന്നർ അടിക്കാൻ നമ്മൾ ദേ പുറത്ത് പോവാണ്. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അതിനേക്കാളും സന്തോഷം പാത്രം കഴുകണ്ടെന്ന് കേൾക്കുമ്പോൾ. ഞങ്ങൾ താഴെ ഇറങ്ങി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ദേ ശ്രീരാജേട്ടൻ ഓട്ടോയൊക്കെ പിടിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു തക്കാരത്തിലേക്ക്. ഇവിടെ കോഴിക്കോട് തക്കാരം അറിയാത്ത ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവിടെ എത്തിയപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതുവരെ പതിവില്ലാത്തൊരു സംഭവം കിട്ടി. വെൽക്കം ഡ്രിങ്ക്. പിന്നെ അവിടുത്തെ ചേട്ടൻ കാര്യമായിട്ട് അവൻ ഹൈ ചെയറൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടി വളരെ ഡീസൻ്റായിട്ട് ഇരുന്നോളും എന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷെ നമുക്കല്ലേ അവനെ അറിയുള്ളൂ. ആശാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹളം തുടങ്ങി. പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് ഫുഡ് വന്നു. അപ്പോൾ നമ്മുടെ സൂപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരം അവനെ അങ്ങനെ ഡീൽ ചെയ്തു. അതിന് ശേഷം ചിക്കൻ്റെ എന്തോരം ഐറ്റം, മട്ടൻ്റെ എന്തോരം ഐറ്റം, നൂൽ പൊറോട്ട ആൻഡ് നെയ്പത്തിരി ഇത്രയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അതിൻ്റെ അപ്പുറം ബഹളമായി. പിന്നെ പെട്ടെന്ന് ഒരു ഐസ്ക്രീമും കൂടെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ചാടി പുറത്തിറങ്ങി. അവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞൂസിനെ കുറച്ച് ക്യാൻഡിഡ് എടുക്കാൻ നോക്കി. ബട്ട് ലുക്ക് ഗൈസ്, ഹി വാസ് വെരി റെസ്റ്റ്ലെസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ബീച്ചിലേക്ക് നടന്നു. പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ ബീച്ചിൽ പോയി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്ന ഒരു സൂപ്പർ സംഭവമാണ്. എപ്പോൾ ചെന്നാലും ഭയങ്കര തിരക്കാണ്. പക്ഷേ ബീച്ചിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നാറില്ല. ഭയം പിടിക്കാൻ പറ്റിയവർക്ക് ചിൽച്ചിലൊരു സ്ഥലമാണ്. പക്ഷേ കുറച്ച് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഐ ഡൗട്ട്. ഈശ്വര, ഞാൻ എന്തൊക്കെയായി പറയുന്നത്? രമ്മച്ചി വൈബല്ലേ മണക്കുന്നത്? യെസ്, എന്തായാലും അതൊക്കെ മായിച്ചാലായി. നമ്മുടെ കുഞ്ഞൂസ് ദേ തലയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴെ ഇറങ്ങിയാൽ നടക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു താഴെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു റണ്ണിങ് റേസിന് ഫസ്റ്റ് അടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് ഓടുന്നത് പോലായിരുന്നു അവൻ ഓടുന്നത്. ഇതിനേക്കാളും വേദന തലയിൽ ഭാരം താങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവനെ വീണ്ടും തലയിലേക്ക് കയറ്റി. ആഫ്റ്റർ ദാറ്റ് ഒരു ഐസ് ലാറ്റേക്ക് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന തോടെ ഹിന്ദി വെച്ചിട്ട് ഞാൻ സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനം വേണമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരിക്കുന്ന ഷുഗർ സിറപ്പൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഇനി അത് ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും സാധനം ഒരു തണുത്ത ബ്ലാക്ക് കോഫി അത്രയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് തിരക്കേടില്ലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഓട്ടോ പിടിച്ചു. ശ്രീരാജേട്ടനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു.